ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാലിൻ്റെ നേരായ മാർഗത്തിലൂടെ സിനിമാ തിയേറ്ററുകളിൽ സക്സസ്സായി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അങ്ങനെ സക്സസ്സായി ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രേക്ഷകർ കുടുംബസമേതം വന്നുകൊണ്ടിരിക്കുന്നു. ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുന്നു. ഈ അവസരത്തിലാണ് പുതിയൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. തകർന്നു പോയി എന്ന് വിചാരിച്ച് പലരും കൈയടിച്ചിരുന്ന മോഹൻലാലിനെ സിനിമകൾ വീണ്ടും സജീവമാകുമ്പോൾ ചിലർക്ക് കണ്ണുകടി, ചിലർക്ക് അസൂയ, അങ്ങനെ ഒരു തിരിച്ചു വരവ് വേണ്ട എന്ന് ചിലർ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് വരാതെ പിന്നിൽ നിന്ന് കുത്താനും കുറയ്ക്കാനും ഇല്ലാതാക്കാനും വേണ്ടി കുറേ പേര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഈ സിനിമയ്ക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൊതുജനാഭിപ്രായം, പ്രേക്ഷക അഭിപ്രായം, മറ്റു കുടുംബ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്ത. ഈ വാർത്തയിലെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഡീഗ്രേഡിങ് ഉണ്ട്. അത് ഇന്ന് മാത്രമല്ല, എല്ലാ കാലത്തും ഡീഗ്രേഡിങ് നടക്കാറുണ്ട്. ആ ഡീഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ നല്ല സിനിമകൾ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ സക്സസ്സായി ഓടിക്കൊണ്ടിരിക്കണമെന്ന് ആലോചിക്കണം. അത് ഇനിയും ഉണ്ടായിരിക്കും. അത് ചെറുപ്പം നോക്കാതെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ അത് ഓടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ സിനിമ കാണാൻ പോയ അവസരത്തിൽ ഇവിടെ ഫാൻസുകാരെ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. സാധാരണ മോഹൻലാലിൻ്റെ സിനിമകൾ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഉത്സവാഘോഷങ്ങളോടെ മോഹൻലാൽ സിനിമയെ എതിരേറ്റുകൊണ്ട് പഞ്ചവാദ്യത്തോടെ പാലഭിഷേകം ആഘോഷിക്കാറുള്ള ഫാൻസുകാരിൽ 1-2 പേരൊഴിച്ച് അവർ വേറെ ആരും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇത് മറ്റു സ്ഥലങ്ങളിലല്ല, ഞാൻ സിനിമ കണ്ട തിയേറ്ററിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വേറെ സ്ഥലത്ത് ഉണ്ടായി എന്ന് അവകാശപ്പെടാം. ഞാനത് കാണാത്തത് കൊണ്ട്, അനുഭവിക്കാത്തത് കൊണ്ട് ആ മേഖലയിലേക്ക് കിടക്കുന്നില്ല. ഇത് ഞാൻ കണ്ട സിനിമ, ഞാൻ കണ്ട തിയേറ്ററിൻ്റെ അനുഭവമാണെന്ന് ആലോചിക്കണം. ആ തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞിരുന്നു ആദ്യ ഷോയ്ക്ക്. യാതൊരു സംശയവുമില്ലാതെ മോഹൻലാലിൻ്റെ ഒരു പ്രത്യേക സിനിമയാണ് കാണാൻ പോകുന്നത്, സംതിങ് സ്പെഷ്യലുള്ള സിനിമയാണ് കാണാൻ പോകുന്നത്. ആ രീതിയിലാണ് യുവതികൾ അവരാണ് കൂടുതലുണ്ടായിരുന്നത്. അവർ വളരെ സീരിയസ് ആയിട്ടാണ് ഈ സിനിമയെ സമീപിച്ചിരുന്നത്, മുൻവിധികളില്ലാതെ എന്നാലോചിക്കണം. മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് കാണാൻ വേണ്ടി നമ്മൾ തിയേറ്ററിൽ ചെന്നാൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കയ്യടി തുടങ്ങും. നമുക്കൊരു വെറുപ്പ് തോന്നാവുന്ന രീതിയിലാണ് അന്നത്തെ കയ്യടി ഒക്കെ എന്നാലോചിക്കണം. കാരണം നമുക്ക് സ്വസ്ഥമായിരുന്നു സിനിമ കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അതേ സ്ഥാനത്ത് കയ്യടിക്കേണ്ട ഘട്ടങ്ങളിൽ നമ്മളടക്കം കയ്യടിച്ചു പോകുന്ന അവസരമുണ്ട്. അത് സിനിമയുടെ ഹൈലൈറ്റ് രംഗങ്ങളാണെന്ന് ആലോചിക്കണം. അതിന് നമുക്കും ഇഷ്ടമാണ്. അവിടെ ഫാൻസുകാർ മാത്രമല്ല, നമ്മളും കയ്യടിച്ചു പോകും. കണ്ണുകൾ നനയിക്കേണ്ട രംഗങ്ങളാണെങ്കിൽ ആരോടും ചോദിക്കാതെ നമ്മളറിയാതെ തന്നെ കണ്ണുകൾ നനഞ്ഞു പോകും. അത്തരം രംഗങ്ങളും പല സിനിമകളിലും വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. അതൊക്കെ വേറെ കാര്യം. അല്ലാതെ ഇത് ബോധപൂർവമായി കൊണ്ട് പ്രേക്ഷകർക്ക് അലോസരപ്പെടുത്തുന്നതിൽ ഞങ്ങളുടെ ഹീറോയാണ്, ഞങ്ങളുടെ ഹീറോയുടെ സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ 1 ഷോ, 2 ഷോ, 3 ഷോ, അങ്ങനെ പല ഷോകളും ഹൗസ്ഫുള്ളാക്കി മാറ്റിയ ഫാൻസുകാരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി, ഈ ഫാൻസുകാർ ആഘോഷിക്കുന്ന സിനിമകളിൽ പലതും മോഹൻലാലിൻ്റെ അതിമാനുഷിക കഥാപാത്രങ്ങൾ, അടിയിടി അങ്ങനെയുള്ള രംഗങ്ങളുള്ള സിനിമകളാണെന്ന് ആലോചിക്കണം. അതായത് ഫാൻസുകാരില്ലെങ്കിലും ആ സിനിമ ഹിറ്റാവും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ആർട്ടിസ്റ്റിനെ സ്നേഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല കഥാപാത്രങ്ങളും നല്ല സിനിമകളെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അത്തരം സിനിമകൾ പ്രൊമോട്ട് ചെയ്യാൻ വേറെ അധികം പേരും വരണമെന്നില്ല. അപ്പോൾ ആ സിനിമയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതായിരിക്കും ആ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് ആലോചിക്കണം. അതിവിടെ കാണുന്നില്ല. ഇവിടെ കണ്ടത് എങ്ങനെയാണ്? ആദ്യത്തെ ഷോ ഫുള്ളായതിന് ശേഷം കയ്യടി എന്ന് പറഞ്ഞാൽ മോഹൻലാൽ വരുമ്പോഴുള്ള കയ്യടിയല്ല, എല്ലാവർക്കും കൈയ്യടി. കാരണം കൈയ്യടിക്കേണ്ട ഘട്ടത്തിൽ കൈയ്യടിക്കാത്തവരെ നോക്കിക്കൊണ്ട് നമുക്ക് അടിക്കട കൈ എന്ന് പറയാൻ തോന്നുന്നൊരു ഘട്ടങ്ങളിൽ അറിയാതെ വന്നു വീഴുന്ന കയ്യടിയുണ്ട്. ആ കയ്യടിക്ക് കാരണമാകെ ചില ഡയലോഗ് പ്രസൻറ്റേഷൻ എന്ന് പറയും. അത് ലാല് മാത്രമല്ല,
നമ്മുടെ നായികയെ അനശ്വരാജ പറയുമ്പോൾ ഉണ്ടാവും, ജഗദീഷ് പറയുമ്പോൾ ഉണ്ടാവും, ഗണേഷ് പറയുമ്പോഴും എല്ലാവരും പറയുമ്പോൾ ഉണ്ടായിരിക്കും. അത് പറയാനും കാരണം ഇത് 2.5 മണിക്കൂറുള്ള ഈ സിനിമയിൽ ആദ്യത്തെ 21 മിനിറ്റിന് ശേഷമാണ് മോഹൻലാൽ വന്നതെന്ന് ആലോചിക്കണം. അത് മോഹൻലാൽ ഫാൻസ് ആയിരുന്നെങ്കിൽ അവർ നിരാശയായി ഇറങ്ങിപ്പോയേനെ. പക്ഷെ അതില്ലാതെ ഇത് യാതൊരുവിധ കുഴപ്പവുമില്ലാതെ ലാലു വന്നില്ലല്ലോ, എന്താ വരാത്തതെന്ന് ചോദിക്കാത്ത തരത്തിൽ തന്നെ ആ സിനിമയെ മനോഹരമായി കൊണ്ടുപോകാൻ അതിൻ്റെ എഴുത്തുകാർക്കും സംവിധായകർക്കും അഭിനേതാക്കൾക്കും കഴിഞ്ഞു എന്നുള്ളൊരു സത്യമാണത്. അതുതന്നെയാണ് ഈ സിനിമയുടെ ആദ്യ ഭാഗത്തെ വിജയം എന്നാലോചിക്കണം. ആ വിജയം കണ്ടുകൊണ്ടാണ് സന്തോഷത്തോടെ ഇത് കൊള്ളാവുന്നൊരു സിനിമയാണ്, ഇത് കാണാത്തവരെ കാണാൻ പ്രേരിപ്പിക്കണം, ഇത് കുടുംബ പ്രേക്ഷകർ കൂടി കാണേണ്ട സിനിമയാണ്, അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് കാണേണ്ട സിനിമയാണ്. അപ്പോൾ ചോദിക്കും, ഒരു പഴയ പ്രമേയമല്ലേ എന്നുള്ളത്. പഴയ പ്രമേയം എങ്ങനെയായിരിക്കും? ഇന്നും കൊച്ചു പിഞ്ചു കുട്ടികൾക്ക് പോലും ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ പ്രായമുള്ളവരെയാണ്, സ്ത്രീകളെ മാത്രമാണ് ഇങ്ങനെ വേട്ടയാടിയിരുന്നെങ്കിൽ ഇപ്പോൾ പുരുഷ സ്ത്രീ വ്യത്യാസമില്ലാതെ, കുഞ്ഞു കുട്ടികൾ വ്യത്യാസമില്ലാതെ നരാധമന്മാരിവിടെ വിഹരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണെന്ന് ആലോചിക്കണം ഈ സിനിമ കാണുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളടക്കം പലർക്കും തോന്നി, ഇത് ഇപ്പോൾ നമ്മൾ സിനിമ കാണുകയായിരുന്നില്ല. ഇത് ഇപ്പോൾ കഴിഞ്ഞ 6-6.5 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവത്തിൻ്റെ ആ കഥയല്ലേ ഇത്? ആ സംഭവം ഇപ്പോഴും കോടതിയിലാണ്. ഒരു ഭാഗത്ത് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് കോടതികളിൽ നിന്നും അതിൻ്റെ ചില കാര്യങ്ങൾ ചോർന്നു പോയതിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം കൂടിയല്ലേ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ എന്താ അന്ധയായ ഒരു പെൺകുട്ടിക്ക് കണ്ട ബലാത്സംഗം എന്ന് ആലോചിക്കണത്. അതിനെ ചുറ്റിപ്പറ്റി അതിമനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം. ആ അന്വേഷണത്തിൽ ഈ ഇരയ്ക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ, ഇരയെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ എന്തൊക്കെ മറുഭാഗത്തുണ്ടാവും അതൊക്കെ നടക്കുന്നു. ഒരു ഘട്ടത്തിൽ ഇതുപോലെ കോടതിയിൽ നിന്ന് പോലും ചില സംഭവങ്ങൾ നഷ്ടമാകുന്നു. ഇതൊക്കെ കാണുമ്പോഴും സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണല്ലോ. ഇതിൽ കഥാപാത്രത്തിൻ്റെ പേര് മാത്രം മാറിയിരിക്കുന്ന ഒഴിച്ചാൽ ആ സംഭവത്തിൻ്റെ തുടർച്ചയല്ലേ എന്ന് ചോദിച്ചവരും പറഞ്ഞവരും ഉണ്ടെന്ന് ആലോചിക്കണം. ഇത് പറഞ്ഞു കേട്ട ചില ആൾക്കാർ, ആ നടൻ്റെ ആൾക്കാർ തന്നെ ഈ സിനിമ കാണാൻ പോവുകയും ഈ സിനിമയെ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്തതെന്ന് പറയുകയും അവർ ആ രീതിയിൽ പ്രവർത്തനം തുടങ്ങി വയ്ക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മൾ ആലോചിക്കണം, അണക്കെട്ടിന് വെള്ളം കുത്തിയൊലിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അത് പെട്ടെന്ന് നമുക്ക് തടയാൻ പറ്റും? അതുപോലെയാണ് ഇപ്പോൾ ഈ സിനിമയുടെ സ്ഥിതി. ഈ സിനിമയെ ആര് വിചാരിച്ചാലും ഇനി തടയാൻ പറ്റില്ല, ആര് വിചാരിച്ചാലും ഇനി ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ആ അവസ്ഥയിൽ മോഹൻലാലിൻ്റെ സാധാരണ കഥാപാത്രം, അതിമാനുഷിക ശക്തിയില്ലാത്ത കഥാപാത്രം വന്നു കഴിഞ്ഞു, പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് ആലോചിക്കണം. അപ്പം അത്തരത്തിലുള്ള സിനിമകൾ ഒരു മോഹൻലാലിൻ്റെ മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം മമ്മൂട്ടിയുടെ കാതലിറങ്ങി, അതിനു മുമ്പ് മമ്മൂട്ടിയുടെ ആക്ഷൻ സാധനങ്ങൾ ഇറങ്ങി, അതൊക്കെ പറഞ്ഞു. അതിൻ്റെ അത്രയും ഉണ്ടാകുമോ ഈ സിനിമ? ഞാൻ പറയുന്നു, നിങ്ങളും ഒരു സിനിമയെ വെച്ചുകൊണ്ട് മറ്റൊരു സിനിമയെ താരതമ്യം ചെയ്യരുത്. ഓരോ സിനിമയ്ക്കും ഓരോ വിഷയമുണ്ട്, ഓരോ സിനിമയും വ്യത്യസ്ത കഥാപാത്രങ്ങളെയാണ്. അതായത് കണ്ണൂർ സ്ക്വാഡിൽ അവതരിപ്പിച്ച മമ്മൂട്ടിയെ പോലെ കഥാപാത്രമല്ല മമ്മൂട്ടി കാതലിൽ വന്നത്. മോഹൻലാൽ അതിമാനുഷിക ശക്തിയുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരം ഒരു കഥാപാത്രങ്ങളെ ഇവിടെ വന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ പരാജയപ്പെട്ട കഥാപാത്രങ്ങളുണ്ടായിരിക്കും, പരാജയപ്പെടുന്ന സ്വപ്നം കാണുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഈ സിനിമ ലാലിനെ സംബന്ധിച്ച് അഭിമാനകരമാണെന്ന് ആലോചിക്കണം. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ, അതായത് അതിമാനുഷിക കഥാപാത്രങ്ങളുടെ പുറകെ പോകാതെ, ഇത്ര ആക്ഷൻ രംഗങ്ങൾ ഉണ്ടെന്ന് പോകാതെ നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങൾ കൊടുത്താൽ ഇവിടുത്തെ പ്രേക്ഷകരെന്നും സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എം ലാലിൻ്റെ പുതിയ സിനിമ നേര് എന്നാലോചിക്കണം. ഈ നേരായി പോയി വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഇതിന് ബഹുമതികൾ എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കിട്ടും. പിന്നെ ഇതിലത്തെ നടി അനശ്വര രാജൻ, ആ കുട്ടിക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഒരു കാര്യം മാത്രം ഉറപ്പ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ, ഈ സിനിമയെ ആര് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും അത് അങ്ങനെ പ്രവർത്തിക്കുന്നവർക്കൊരു പരാജയമായിരിക്കും. അതുകൊണ്ട് നല്ല സിനിമയോടൊപ്പം നിങ്ങളും സഞ്ചരിക്കുക.